പ്രിയ സഹോദരീ സഹോദരന്മാരെ, നമ്മൾ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ഭാരതീയ ന്യായ സംഹിത 2023 സെക്ഷൻ 2 13ാമത്തെ ഉപവകുപ്പാണ്. ഈ 13ാമത്തെ ഉപവകുപ്പ് പറയുന്നത് ഹാർബർ എന്നാണ്. ഹാർബർ ഇൻക്ലൂഡ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്ന നിർവചനവും മറ്റേതെങ്കിലും പുസ്തകത്തിൽ ഹാർബർ എന്ന് പറയുന്ന നിർവചനവും ഇതിൽ പെടും. ഹാർബർ മീൻസ് എന്നാണ് പറഞ്ഞതെങ്കിൽ ഹാർബർ എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്ന അർത്ഥം മാത്രമേ ഉള്ളൂ, വേറൊരു പുസ്തകത്തിലും പറയുന്ന അർത്ഥമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഹാർബർ ഇൻക്ലൂഡ്സ് സപ്ലൈയിങ് എ പേഴ്സൺ വിത്ത് ഷെൽട്ടർ. ഒരാൾക്ക് നമ്മൾ ഷെൽട്ടർ കൊടുത്താൽ, താമസിക്കാൻ സ്ഥലം കൊടുത്താൽ, ഫുഡ്, ഡ്രിങ്ക്, മണി, ക്ലോത്ത്, ആംസ് ആൻഡ് ആമ്യുനേഷൻ. എന്താണ് ആംസ് ആൻഡ് ആമ്യുനേഷൻ എന്ന് പറഞ്ഞാൽ? ആംസ് എന്ന് പറഞ്ഞാൽ ആയുധം, ആമ്യുനേഷൻ എന്ന് പറഞ്ഞാൽ ആ ആയുധത്തിൽ ഉപയോഗിക്കുന്ന തിര എന്ന് പറഞ്ഞാൽ തോക്കും വെടിയുണ്ടയും. അപ്പോൾ തോക്ക് ആംസും വെടിയുണ്ട ആമ്യുനേഷനും ആവും. ആംസ് ആൻഡ് ആമ്യുനേഷൻ ഓർ മീൻസ് ഓഫ് conveyance of the assisting a person by means whether the same kind as those enumerated in this clause or not to be evade apprehension. നോക്കിക്കോ, ഒരാൾ നിയമത്തിൽ നിന്നും ഇവേഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഒരാളെ ഷെൽട്ടർ കൊടുക്കുന്നു, ഒളിച്ച് താമസിക്കാൻ സ്ഥലം കൊടുക്കുന്നു. അങ്ങനെ താമസിക്കുന്ന ആൾക്ക് ഫുഡ് കൊടുക്കുന്നു, അയാൾക്ക് വെള്ളം കൊടുക്കുന്നു, പൈസ കൊടുക്കുന്നു, ക്ലോത്ത് കൊടുക്കുന്നു, ആംസ് കൊടുക്കുന്നു, ആയുധം കൊടുക്കുന്നു, ആയുധം ഉപയോഗിക്കാൻ പറ്റുന്ന തിര കൊടുക്കുന്നു, ഓർ മീൻസ് ഓഫ് കൺവേയിങ്സ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് യാത്ര ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നു, ഓർ അസിസ്റ്റിംഗ് ദ പേഴ്സൺ ബൈ മീൻസ്. അങ്ങനെ നിയമത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്ന ഒരാൾക്ക് മറ്റെന്തെങ്കിലും സഹായം ചെയ്തു കൊടുത്താൽ, വെദർ ഓഫ് സെയിം കൈൻഡ്, മുകളിൽ പറഞ്ഞ രീതിയിൽ എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ, as those enumerated in this clause or not to be evade apprehension. അപ്പോൾ അതിനെയാണ് നമ്മളെന്ന് പറയുന്നത് ഹാർബർ എന്ന് പറയുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഒളിച്ച് താമസിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നു. അയാൾക്ക് ഒളിച്ച് താമസിക്കാൻ ഭക്ഷണം കൊടുക്കുന്നു, വെള്ളം കൊടുക്കുന്നു, പൈസ കൊടുക്കുന്നു, വസ്ത്രം കൊടുക്കുന്നു, ആംസ് ആൻഡ് ആമ്യുനേഷൻ ആയുധം എത്തിച്ചു കൊടുക്കുന്നു. അതുപോലെ ഇതിന് യാത്ര ചെയ്യുന്നതിന്, ഒളിവിൽ താമസിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കി കൊടുത്താൽ അതിനെ ഹാർബർ എന്ന് പറയും. ഹാർബർ കുറ്റമാണോ അല്ലയോ എന്നൊക്കെ പിന്നീട് പരിശോധിക്കാം. അടുത്തത് നമ്മൾ പറയുന്നത് 2ാമത്തെ സെക്ഷനിലെ 14ാമത്തെ ഉപകരണം, ഇഞ്ചുറി, മുറിവേൽപ്പിക്കൽ അല്ലെങ്കിൽ മുറിവ്. ഇഞ്ചുറി മീൻസ് എനി ഹാം വെദർ ലീഗൽ caused to any person in body, mind, reputation or property. ഒരാളുടെ ശരീരത്തിനോ, ഒരാളുടെ മനസ്സിനോ, ഒരാളുടെ റെപ്യൂട്ടേഷനോ, ബഹുമാനത്തിനോ, അയാളുടെ വസ്തുവിനോ എന്തെങ്കിലും ഹാം ഏൽപ്പിച്ചാൽ, അത് ഇല്ലീഗൽ ഹാം ആണെങ്കിൽ അതിനെ ഇഞ്ചുറി എന്ന് പറയും. അപ്പോൾ ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഞ്ചുറി എന്ന് പറയുന്നത് മീൻസാണ്. ഇവിടെ ഈ പറഞ്ഞ അർത്ഥം മാത്രമേ ഇഞ്ചുറിക്കുള്ളൂ. ഹാർബർ എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡ്സ് ആണ്. ഇവിടെ പറഞ്ഞ അർത്ഥവും ഉണ്ടാവും, വേറെ എവിടെങ്കിലും പറഞ്ഞ അർത്ഥവും ഉണ്ടാവും. ഇഞ്ചുറി മീൻസ് എനി ഹാം, ഒരു ഹാമാണ്. വെദർ ഇല്ലീഗൽ കോസ്ഡ് ടു എനി പേഴ്സൺ ഇൻ ബോഡി, ഒരാളുടെ പേഴ്സൺ ഇൻ ബോഡി ശരീരത്തിൽ, മൈൻഡിൽ അയാളുടെ മനസ്സിൽ, അയാളുടെ റെപ്യൂട്ടേഷനിൽ, അയാളുടെ പ്രോപ്പർട്ടിയിൽ ഏൽപ്പിക്കുന്ന ഹാം, ആ ഹാം ഇല്ലീഗലാണെങ്കിൽ അതിനെ നമ്മൾ ഇഞ്ചുറി എന്ന് പറയും. അടുത്തത് 15ഉം 16ഉം ഒക്കെ നമുക്ക് മറ്റു വീഡിയോയിൽ പ്രതിപാദിക്കുന്നതായിരിക്കും.